അസുരരാജാവായ ഹിരണ്യകശിപുവിനെ വധിച്ച ശേഷം ഭഗവാൻ നരസിംഹനെ സമാധാനിപ്പിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് വരാഹി അമ്മ. ദേവി ഭഗവാന്റെ മടിയിലിരുന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം അവർ സ്വർഗത്തിലേക്ക് മടങ്ങി. ഭഗവാൻ നരസിംഹനെ ശാന്തമാക്കിയതുപോലെ തന്നെ യഥാർത്ഥ ഭക്തിയോടെ ആരാധിക്കുന്നവരെ അവൾ ശാന്തയാക്കുന്നു. വരാഹിയമ്മയുടെ നോട്ടം ഉഗ്രമായിരിക്കാം, പക്ഷെ അവൾ ഹൃദയത്തിൽ നിന്നുള്ള ഒരു കുട്ടിയാണ്. അവൾ എപ്പോഴും തൻ്റെ ഭക്തരോട് കരുണയും സ്നേഹവും നിറഞ്ഞവളാണ്. ശുദ്ധമായ ഭക്തിയോടും ഹൃദയത്തോടും കൂടി ചോദിച്ചാൽ ഭക്തന്റെ എല്ലാ ആഗ്രഹങ്ങളും അവൾ നിറവേറ്റി കൊടുക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ദുരുദ്ദേശമോ ആരെങ്കിലും കുറിച്ച് മോശമായോ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വരാഹി ദേവി അനുഗ്രഹിക്കില്ല. ഈ സാഹചര്യത്തിൽ അവളെ ആരാധിക്കുന്നത് പ്രാവർത്തികമല്ല. മാത്രവുമല്ല, അവൾ നിങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യും. വരാഹിദേവി ആരാധിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എല്ലാ പണപ്രശ്നങ്ങളും അവസാനിക്കാൻ തുടങ്ങും. വരാഹിദേവിയുടെ അനുഗ്രഹം ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനാകും. എന്നിരുന്നാലും ഒരു പ്രത്യേക ദൈവമായോ ദേവിയായോ ബന്ധപ്പെട്ട മന്ത്രം ജപിക്കുമ്പോൾ അത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി പകരുകയും നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. മൂലമന്ത്രം ഏറ്റവും മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെയോ ദേവിയുടെയോ മൂലമന്ത്രമാണ് ജപിക്കേണ്ടത്. വരാഹി അമ്മയുടെ മൂലമന്ത്രം 108 പ്രാവശ്യം നമുക്ക് ജപിക്കാവുന്നതാണ്. ഇത് രാത്രി 9 മണിക്ക് ശേഷം ജപിക്കുന്നതാണ് ഉത്തമം.